രാഷ്ട്രീയ സ്വയം സേവക സംഘം പിറന്നിട്ട് 100 വർഷം തികയുന്ന ദിനമാണിത്. ഇതുപോലൊരു ദിവസമാണ് 1925 സംഘം അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. അവിടെ ഒരു സാധാരണ കുടുംബത്തിലെ മച്ചുംപുറത്ത് ഒരു മുറിയിൽ 18 പേര്, ചിലപ്പോഴെങ്കിലും സംഘത്തിൻ്റെ ബൗദ്ധികകളൊക്കെ നടത്തുന്ന ആളുകൾ 5 or 6 പേരെന്നൊക്കെ പറയാറുണ്ട്. അതൊരു വസ്തുതാപരമായ പിശകാണ്. ഡോക്ടർജിയും 17 പേരും, മൊത്തത്തിൽ 18 പേര്. 18 എന്ന സംഖ്യയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ഭാരതീയ വിചാര പദ്ധതിയിൽ. 18 എന്ന അക്കത്തെ അക്ഷരങ്ങളിലേക്ക് പരിവർത്തനം ചെയ്താൽ പരൽപ്പേര് സമ്പ്രദായമനുസരിച്ച് അല്ലെങ്കിൽ കടപയാതി അനുസരിച്ച് 18 എന്ന് പറഞ്ഞാൽ ജയം എന്നുകൂടി അർത്ഥമുണ്ട്. ജയം. അപ്പോൾ ശരിയായ ജയം ഭാരതത്തിന് സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അന്നാദ്യമായി സംഘം ആരംഭിക്കുന്നതിന് പ്രത്യേക ചടങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഒരു ക്ലബ്ബ് പോലും ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിനെന്തെല്ലാം തരത്തിലുള്ള പ്രചരണ കോലാഹലങ്ങൾ ഉണ്ടാകും എന്ന് അറിയാം. ഓഫീസുണ്ടാവും, ക്ലബിനൊരു പേരുണ്ടാവും, അതിൻ്റെ അധ്യക്ഷനും സെക്രട്ടറിയും ഒക്കെ ഉണ്ടാവും, അതിന് വിതരണം ചെയ്യപ്പെടുന്ന നോട്ടീസ് ഉണ്ടാകും. ഇതിനെല്ലാം ഉപരിയായി അംഗമായി ചേരുന്നവരുടെ അംഗത്വ ഫീസ് എത്രയെന്ന് നിശ്ചയിച്ച് അത് എഴുതാനുള്ള രസീതി ഉണ്ടാകും. എല്ലാം ഉണ്ടാവും. പത്രക്കാരെയും മാധ്യമക്കാരെയും ഒക്കെ പ്രത്യേകം ക്ഷണിച്ചു കൊണ്ടുവന്നിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള പ്രചരണ കോലാഹലങ്ങളില്ലാതെ ഒന്നും ഇവിടെ ആരംഭിക്കാറില്ല. പക്ഷേ രാഷ്ട്രീയ സ്വയം സേവക സംഘം അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അതിനൊരു പേര് പോലും ഉണ്ടായിരുന്നില്ല. രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന പേര് സംഘത്തിന് ലഭിക്കുന്നത് ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ പേര് പോലും ഇല്ലാതെ, അധികാര സ്ഥാനങ്ങളിൽ ആരുമില്ലാതെ, സെക്രട്ടറിയോ പ്രസിഡന്റോ ഇല്ലാതെ എന്നർത്ഥം, ഒരു ഓഫീസില്ലാതെ, രസീത് ബുക്കില്ലാതെ, പിരിവില്ലാതെ, പ്രചരണമില്ലാതെ സംഘം അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. സാധാരണ പറയും, നദി ഒഴുക്ക് തുടങ്ങുന്നിടത്ത് ആരോടെങ്കിലും പറഞ്ഞിട്ടാണോ അതിൻ്റെ ആരംഭം കുറിക്കാറ്? പ്രഭവ സ്ഥാനത്ത് ഒരു പ്രചരണവും ഉണ്ടാവില്ല, അതങ്ങ് തുടങ്ങുകയാണ്. ഒരു പൂ വിടരുമ്പോൾ ആരെ അറിയിച്ചിട്ടാണ് ആ പൂ വിടരുന്നത്? സൂര്യൻ നിത്യേന ഉദിക്കുമ്പോൾ അതിന് പ്രത്യേക പ്രചരണത്തിൻ്റെ ആവശ്യമില്ല, അത് ഉദിക്കുക. അത്ര കണ്ട് സ്വാഭാവികമായൊരു പിറവിയായിരുന്നു സംഘത്തിൻ്റെത്. ആ പിറവിയുടെ സ്വാഭാവികതയെ സംഘത്തിൻ്റെ ഒരു മുതിർന്ന കാര്യകർത്താവ്, ഒരു പ്രചാരകൻ വിശദീകരിച്ചത്, നിർവചിച്ചത് ഇങ്ങനെയാണ്. ദാദാറാവ് പരമാർത്ഥ് എന്ന് പറയുന്ന ഒരു ആദ്യകാല സംഘപ്രചാരകൻ, അദ്ദേഹത്തോട് ചെന്നൈയിൽ വെച്ച് നടന്ന ഒരു പരിപാടിയിൽ സംഘത്തെ സംബന്ധിച്ച് അദ്ദേഹം ബൗദ്ധിക പ്രസംഗിച്ചതിന് ശേഷം അദ്ദേഹത്തോട് അതിൽ കൂടിയിരുന്നവരിൽ ഒരു പ്രമുഖൻ, സ്വയം ഒരു ബുദ്ധിജീവിയാണ് എന്നൊക്കെ തോന്നലുള്ള, അതൊരു വലിയ രോഗമാണ് നമ്മുടെ നാട്ടിൽ ചിലർക്കൊക്കെ അങ്ങ് തോന്നുകയാണ്, ഞാനൊരു ബുദ്ധിജീവിയാണ് എന്ന്. അതൊരു മരുന്നില്ലാത്ത രോഗമാണ് സത്യത്തിൽ. പക്ഷെ അങ്ങനെ ഒരല്പം രോഗമുള്ള ഒരാൾ ദാദാറാവ് പരമാർത്ഥിനോട് ചോദിച്ചു, അങ്ങ് വളരെ ദീർഘമായി ഉപന്യസിച്ചു സംഘത്തെക്കുറിച്ച്, മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു വരിയിലൊന്ന് നിർവചിക്കാമോ സംഘം എന്താണ് എന്ന്? ദാദാറാവ് പരമാർത്ഥ അന്ന് പറഞ്ഞ മറുപടി ആ ഒരു വരിയിൽ കവിതാസുന്ദരമായ, കവിതാസുഭഗമായ ആ ഒരു വരി ഇങ്ങനെയായിരുന്നു. ചെന്നൈയിലായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് മറാഠിയിലോ ഹിന്ദിയിലോ സംസാരിക്കാൻ സാധ്യമല്ല, അതുകൊണ്ട് ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. RSS ഈസ് ആൻ എവല്യൂഷൻ ഓഫ് ദ ലൈഫ് മിഷൻ ഓഫ് ദ ഹിന്ദു നേഷൻ. അത് ചോദിച്ച വ്യക്തി ഒരു വരിയിൽ പറഞ്ഞ ആൾക്കതിൻ്റെ അർത്ഥം അപ്പോൾ മനസ്സിലായോ എന്നറിയില്ല. അത്ര കണ്ട് അറിവിനെ ഗർഭം ധരിച്ച ഒരു സുന്ദരമായ സൂക്തമാണ് പറഞ്ഞത്. RSS ആൻ എവല്യൂഷൻ. RSS എന്ന് പറയുന്നത് ഒരു പരിണാമമാണ്, ഒരു സ്വാഭാവികമായ പരിണാമം. എന്തിൻ്റെ? ഈ ഹിന്ദു രാഷ്ട്രത്തിൻ്റെ ജീവിത ദൗത്യ നിർവഹണത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയിൽ അതിനത് നിർവഹിക്കാനുള്ള പാങ്ങില്ലാതെയായപ്പോൾ, ശക്തി കുറഞ്ഞപ്പോൾ
ആ ശക്തി തിരികെ കൊണ്ടുവരുന്നതിനു വേണ്ടി രാഷ്ട്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടായൊരു പരിണാമമാണ്, ഒരു ജൈവ പരിണാമമാണ്, എവല്യൂഷനാണ് സംഘം എന്ന് പറയുന്നത്. അതെല്ലാ കാലത്തും ഈ രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്. സംഘം ഒരു പുതിയ സംഘത്തിൻ്റെ പ്രവർത്തന പദ്ധതി തികച്ചും നൂതനമാണ്. സംഘശാഖ എന്ന് പറയുന്ന പദ്ധതി അതിനു മുമ്പ് ആരും പരീക്ഷിച്ചതായി കേൾക്കുന്നില്ല. പക്ഷേ രാഷ്ട്രത്തിൻ്റെ ധർമ്മത്തെ വീണ്ടും പുനഃസ്ഥാപിക്കാൻ, ധർമ്മത്തിന് ക്ഷീണമുണ്ടാകുമ്പോൾ, അധർമ്മം മേൽക്കൈ നേടുമ്പോൾ അപ്പോഴപ്പോൾ ഈ രാഷ്ട്രത്തിൽ അവതാരങ്ങൾ നടന്നിട്ടുണ്ട്. അതുപോലൊരു അവതാര വിശുദ്ധിയുള്ള ഒരു പ്രസ്ഥാനം, അതാണ് രാഷ്ട്രത്തിൽ സംഭവിച്ച സംഘത്തിൻ്റെ പിറവി. അതുകൊണ്ട് തന്നെ സംഘം തുടങ്ങുമ്പോൾ ഒരു പ്രഖ്യാപനമേ ഉണ്ടായുള്ളൂ, ഒരു വചനം, ഒരു വാക്ക്. അത് ഡോക്ടർ ജിയിൽ നിന്ന്, സംഘസ്ഥാപകനെന്ന് നമ്മളൊക്കെ വിളിക്കുന്ന, അദ്ദേഹം ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ലാത്ത, സ്ഥാപകൻ എന്നെ വിളിക്കരുതെന്നാണ് അദ്ദേഹം പറയാറുണ്ടായിരുന്നത്. നമ്മളെല്ലാം ചേർന്നാണ് അത് തുടങ്ങിയത്, അല്ലെങ്കിൽ അത് തുടങ്ങപ്പെടുകയായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം. ഇതൊക്കെ തീർത്തും വ്യത്യസ്തമായ ഒരു നാടിൻ്റെ, ഈ ലോകത്തെ തന്നെ സംഘടനാ ചരിത്രം എഴുതി നോക്കിയാൽ തീർത്തും അനന്യമായ, വ്യത്യസ്തമായ, യുണീക്കായിട്ടുള്ള ഒരു പരീക്ഷണമായി. നമ്മളൊക്കെ സ്ഥാപകനെന്ന് വിളിക്കുന്ന ഡോക്ടർ ജി എന്ന് പറഞ്ഞു, നമ്മുടെ സംഘം ഇന്ന് ആരംഭിക്കുകയാണ് എന്ന് അത്രേ പറഞ്ഞിട്ടുള്ളൂ. അന്നുണ്ടായിരുന്നത് ഡോക്ടർ ജി ഉൾപ്പെടെ 18 പേരായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ആ അക്കങ്ങളുടെ പവിത്രത പോലെ, ആ പവിത്രതയിൽ ഉൾച്ചേർന്നിരുന്ന ദിവ്യതയുടെ അത്യുഗ്രമായ ശക്തി, സാറിന് പറയാറില്ലേ, മുളയിലേ അറിയാം മുളങ്കരുത്ത് എന്ന്. ആ ബീജത്തിൽ അടക്കി വച്ചിരുന്നത് അദമ്യമായ ശക്തിയായിരുന്നു, ആർക്കും തടുക്കാൻ പറ്റാത്തൊരു ശക്തി. അതുകൊണ്ടാണ് അത് മുളച്ചു പൊന്തി ഒരു വലിയ വൃക്ഷമായി ലോകത്തിലെ തന്നെ ഒരു അത്ഭുതം പോലെ വളർന്നു നിൽക്കുന്നത്. ഒരു തളർച്ചയും ഒരു വിളർച്ചയും ഒരു പിളർച്ചയും ഉണ്ടാകാതെ ഒരു സംഘടന 100 വർഷം പൂർത്തീകരിക്കുന്നുണ്ടെങ്കിൽ തികഞ്ഞ അഭിമാനത്തോടെ, ഒട്ടും അഹങ്കാരമല്ല, അഭിമാനത്തോടെ നമുക്ക് ഓരോരുത്തർക്കും പറയാം, അത് രാഷ്ട്രീയ സ്വയംസേവക സംഘം മാത്രമാണ്. ഏത് പ്രസ്ഥാനമായാലും 4 പേര് കൂടുന്നിടത്ത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ എത്ര അഭിപ്രായങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ആ അഭിപ്രായങ്ങൾ പലപ്പോഴും നേതൃത്വത്തെ ചൊല്ലിയുള്ളതായിരിക്കും, സ്ഥാനമോഹങ്ങൾ കൊണ്ടായിരിക്കാം, ആശയപ്പൊരുത്തമില്ലായ്മ കൊണ്ടാകാം. പക്ഷേ ആദ്യം പറഞ്ഞില്ലേ, ഈ രാഷ്ട്രത്തിൻ്റെ പുരോഗതിയിൽ സംഭവിച്ചൊരു പരിണാമം പോലെ ഉണ്ടായതാണ് എന്നതുകൊണ്ട് ഇതിനൊരു തരത്തിലുള്ള ക്ഷീണവും ഇന്നോളം ഉണ്ടായിട്ടില്ല. നിരോധിക്കപ്പെട്ട കാലത്തുപോലും സംഘത്തിൻ്റെ പ്രവർത്തനത്തെ ക്ഷീണിപ്പിക്കാൻ ഭാരതത്തിൻ്റെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പേ തന്നെ, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ തന്നെ സംഘത്തെ നിരോധിക്കാനും ഇല്ലാതെയാക്കാനും ബ്രിട്ടീഷുകാർ ശ്രമിച്ചിരുന്നു. നമ്മുടെ നാട്ടിൽ ചിലരെല്ലാം കൊണ്ടുപിടിച്ച് പ്രചരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. സംഘം പ്രചാരവേലയിൽ ഏർപ്പെടാറില്ലാത്തതുകൊണ്ട് അത്തരം പ്രചാരങ്ങൾ നിർബാധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മഹാനവമി ദിവസം രാവിലെ ദില്ലിയിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ ആദരണീയനായ പ്രധാനമന്ത്രിയും സംഘത്തിൻ്റെ സർക്കാരുവാഹും കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ഡൽഹിയുടെ മുഖ്യമന്ത്രിയും ചേർന്ന് സംഘത്തിൻ്റെ 100ാം വർഷത്തെ സ്മരിക്കുന്നതിന് വേണ്ടി ഒരു പോസ്റ്റൽ സ്റ്റാമ്പും ഒരു പ്രത്യേക സ്മാരക നാണയവും പുറത്തിറക്കുണ്ടായിരുന്നു. 100 രൂപയുടെ ഒരു നാണയവും അതേപോലെ തന്നെ ഒരു സ്റ്റാമ്പും. ആ സ്റ്റാമ്പ് പുറത്തിറക്കിയപ്പോൾ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്തിട്ടുള്ള ചിത്രം ചിലർക്കൊക്കെ വല്ലാത്ത വിഷമമുണ്ടാക്കി, വല്ലാത്ത വിഷമം. ആ വിഷമം കൊണ്ട് തുടർച്ചയായി അതിനെതിരെ പ്രചരണം നടത്താണ്. നാണയത്തിൽ ആലേഖനം ചെയ്തിരുന്നത് ഒരു ഭാഗത്ത് ഭഗവ പതാക ഏന്തിയ ഭാരതമാതാവിൻ്റെ ചിത്രമാണ്. ആ ഭാരതമാതാവട്ടെ സിംഹാരൂഢയായ ദേവീരൂപിണിയായ അതിശക്തയായ ദേവിയുടെ ത്രിശക്തി രൂപിണിയുടെ രൂപത്തിലുള്ള ഭാരതാംബ. ആ ഭാരതാംബയുടെ ധ്വജമെടുത്തിട്ടുള്ള സിംഹാരൂഢയായ ദേവിയുടെ മുന്നിൽ പ്രണാം ചെയ്ത് നതമസ്തകരായി നിൽക്കുന്ന പൂർണ്ണ ഗണവേഷധാരിയായ 3-4 സ്വയംസേവക ചിത്രം നമ്മളതൊക്കെ കണ്ടതാ. അതിന് മുകളിൽ എഴുതിയിരിക്കുന്നു, രാഷ്ട്രീയ സ്വയംസേവക സംഘം
സേവനത്തിൻ്റെ 100 വർഷങ്ങൾ പൂർത്തീകരിച്ചതിൻ്റെ സ്മാരകമായി ഇറങ്ങിയ നാണയം എന്ന്. സ്റ്റാമ്പാകട്ടെ, സ്റ്റാമ്പിൽ ഉള്ളത് 1963 രാഷ്ട്രീയ സ്വയം സേവക സംഘം നടത്തിയ റിപ്പബ്ലിക് ദിന പരേഡാണ്. അതിൻ്റെ ചിത്രമാണ്. റിപ്പബ്ലിക് ദിന പരേഡ് 63 നടന്നപ്പോൾ ഭാരതത്തിൻ്റെ അന്നത്തെ പ്രധാനമന്ത്രി സാക്ഷാൽ ജവഹർലാൽ നെഹ്റു തന്നെ സംഘത്തെ പ്രത്യേകമായി ക്ഷണിച്ചു. എന്തിനാണ് ക്ഷണിച്ചത്? ഇന്ന് പലരും ആ നെഹ്റുവിൻ്റെ പ്രസ്ഥാനത്തിലെ ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ തുടർച്ചയായി പ്രചരണം നടത്തുന്നത് സംഘത്തിന് എന്താണ് ഈ രാഷ്ട്രത്തിൽ പങ്ക് എന്ന്. അതിന് നെഹ്റു നൽകിയ മറുപടിയാണ് സത്യത്തിൽ ആ സ്റ്റാമ്പിലുള്ളത്. നെഹ്റു ആദ്യകാലത്ത് സംഘത്തെ ഇല്ലാതാക്കാനൊക്കെ ശ്രമിച്ചു. തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചെയ്യാത്ത പാപത്തിന് സംഘത്തെ നിരോധിച്ചില്ലാതെയാക്കാൻ ശ്രമിച്ചു. 1948 സാധിച്ചില്ല. തെളിവുകളൊന്നും ഹാജരാക്കാൻ സാധിച്ചില്ല. ഗാന്ധിവധത്തെ ചുറ്റിപ്പറ്റിയുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് സംഘത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ ഗാന്ധിവധ സംബന്ധിയായ അന്വേഷണം നടത്താൻ നിയോഗിച്ചിരുന്ന ജസ്റ്റിസ് കപൂർ കമ്മീഷൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം ആ കമ്മീഷൻ റിപ്പോർട്ടിൽ എഴുതി വെച്ച് കളഞ്ഞു, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് ഇതിന് ഒരു ബന്ധവും ഇല്ല എന്ന്. അതിനും പുറമെ ഭാരതത്തിൻ്റെ ഉപപ്രധാനമന്ത്രിയായിരുന്ന, ആഭ്യന്തര വകുപ്പ് കൈയാളിയിരുന്ന ഇത്തരം പ്രധാനപ്പെട്ട കേസുകളെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ പട്ടേൽ സ്വന്തം കൈപ്പടയിൽ എഴുതി ഫെബ്രുവരി മാസത്തിൽ തന്നെ 1948 ഫെബ്രുവരി എന്ന് പറയുമ്പോൾ ജനുവരി 30-ാം തീയതി ഗാന്ധിവധം കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞപ്പോൾ പട്ടേൽ തന്നെ എഴുതി, പ്രിയപ്പെട്ട ജവഹർ, പ്രധാനമന്ത്രിക്ക് എഴുതിയ കത്താണ്, പ്രിയപ്പെട്ട ജവഹർ, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഏതെങ്കിലും അംഗത്തിനോ ആ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിനോ ഈ വധവുമായി യാതൊരു ബന്ധവുമില്ലെന്ന്. അങ്ങനെ സ്ഫടികസ്ഫുടം ചെയ്ത് അഗ്നിശുദ്ധി വരുത്തി പുറത്തു വന്ന പ്രസ്ഥാനം ആണെങ്കിൽ പോലും ഇപ്പോഴും ചിലരെല്ലാം നാഴികയ്ക്ക് 40 വട്ടം സംഘത്തിൻ്റെ മേലെ ഈ ചെയ്യാത്ത കുറ്റം ആരോപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അന്ന് നിരോധിക്കാൻ മുന്നിൽ നിന്ന, പിന്നീട് നിരോധനം പിൻവലിച്ച ആളാണെങ്കിലും ആദ്യം നിരോധിക്കാൻ മുന്നിൽ നിന്ന ജവഹർലാൽ നെഹ്റു തന്നെ 1963 സംഘത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചത്? നെഹ്റുജിയുടെ മുമ്പിലാണ് ചൈന യുദ്ധകാലത്ത് സംഘ സ്വയംസേവകന്മാർ സ്വന്തം ജീവനെ തൃണവൽഗണിച്ചുകൊണ്ട് പലരും മരണപ്പെട്ടു, പലർക്കും പരിക്കുപറ്റി. എന്നിട്ടും പട്ടാളത്തോടൊപ്പം 2ാം നിരയായി നിന്ന്, അന്നത്തെ യുദ്ധം ട്രഡീഷണൽ വാർഫെയർ ആണ്, പരമ്പരാഗത യുദ്ധരീതിയാണ്. ഇന്നത്തെ പോലെ എത്രയോ ദൂരത്തിരുന്ന് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ നടത്തുന്ന യുദ്ധമല്ല. അതുകൊണ്ട് പൊതുജന സഹായവും, കരുത്തുള്ളവർ, ധൈര്യമുള്ളവർ പോയാൽ മതി. കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ പോകേണ്ട ആവശ്യമില്ല, കാരണം അവർക്കതില്ലല്ലോ. സംഘത്തിൻ്റെ സ്വയം സേവകന്മാർ അന്ന് പട്ടാളത്തിൻ്റെ 2ാം നിരയിൽ നിന്ന് പ്രവർത്തിച്ചു. മരുന്നെത്തിക്കാൻ, യുദ്ധസ്ഥലിയിൽ വിമാനത്തിനും മറ്റും കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന നമ്മുടെ ആയുധ സാമഗ്രികൾ കൃത്യമായി നമ്മുടെ പട്ടാളത്തിന് എത്തിക്കാൻ അശ്രാന്തം പരിശ്രമിച്ചു. എത്രയോ സ്വയംസേവകർ മരണപ്പെട്ടു. യുദ്ധക്കളത്തിൽ ഇറങ്ങുന്ന സമയത്ത് ഇരുഭാഗത്തു നിന്നുള്ള വെടിയുണ്ടകളേറ്റ് ശരീരം അരിപ്പ പോലായി മരണപ്പെട്ട ഒരു ചുർക്കാമുർമുവിൻ്റെ കഥ രാജസ്ഥാൻ ഭാഗത്ത് ഇപ്പോഴും നാടോടി പാട്ടായി പാടാറുണ്ട്. അവരൊരു പ്രതിഷ്ഠയായി കൽപ്പിച്ച് ആ സംഘത്തിൻ്റെ അവിടുത്തെ ഒരു ബാലശാഖയുടെ മുഖ്യശിക്ഷൻ 15-16 വയസ്സുള്ള ആ പിഞ്ചു ബാലനെ ഇന്നും സ്മരിക്കുന്നുണ്ട്. ഇതൊക്കെയും മനസ്സിലാക്കിയ നെഹ്റുജി അദ്ദേഹം പറഞ്ഞു, ഇത്തരം കാര്യം ചെയ്ത സംഘത്തിനെ അംഗീകരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് സംഘത്തിൻ്റെ ഡൽഹിയിലെ പ്രാന്ത സംഘചാലകായ ലാലാ ഹൻസരാജ് ഗുപ്തയെ അറിയിച്ചു, സംഘപ്രവർത്തകർ ഈ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കണമെന്ന്. തെളിവുണ്ട്, പത്രങ്ങളിൽ വന്നതാണ്, പടമടക്കം വന്നതാണ്. ഹിന്ദുസ്ഥാനിലും മറ്റും വളരെ വലിയ വാർത്തയായിരുന്നു സംഘത്തിൻ്റെ പങ്കാളിത്തം. പക്ഷേ ഇതെല്ലാമാണെങ്കിലും സംഘം എന്തു ചെയ്തു എന്ന് ചിലരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഉത്തരം കിട്ടിയാലും അവരത് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഉത്തരം കേൾക്കണമെന്ന് ആഗ്രഹമില്ലാത്തവർക്ക് അങ്ങനെ തന്നെ ചോദിച്ച് സ്വയം ഇല്ലാതെയാവാം. പക്ഷെ ഇപ്പോൾ ഇതാ ഇന്നലെ ആ സ്റ്റാമ്പ് പുറത്തിറക്കിയപ്പോൾ അതിലുള്ള ഒരു ചിത്രം, ഒരു മുദ്ര ഈ റിപ്പബ്ലിക് ദിന പരേഡിലെ സ്വയംസേവകരുടെ മാർച്ചാണ്. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെയും പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനോട് അപേക്ഷിച്ച് ആ സ്റ്റാമ്പ് ഒരു സ്മാരകമായി വാങ്ങി വീട്ടിൽ വയ്ക്കാവുന്നതാണ്, നാണയവും വാങ്ങാവുന്നതാണ്. പിന്നൊരു മുദ്ര അതിലുള്ളത്, രാഷ്ട്രം ദുരന്തങ്ങളെ നേരിടുന്ന സമയത്ത് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന സ്വയംസേവകർ.
സ്വയം സേവകർ ഒരിക്കലും ഇതിനൊരു സമ്മാനമോ ഇതിനൊരു ബഹുമതിയോ ഇതിനൊരു അംഗീകാരമോ പ്രതീക്ഷിച്ചല്ല ഇത് ചെയ്യുന്നത്. എപ്രകാരമാണോ രോഗാതുരയായ അമ്മയ്ക്ക് അർദ്ധരാത്രിയാണെന്ന് നോക്കാതെ, കോരിച്ചൊരിയുന്ന മഴ പെയ്യുന്നുണ്ടോ എന്ന് നോക്കാതെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി ആശുപത്രിയിൽ ഒരു മകൻ എപ്രകാരം പ്രവർത്തിക്കുമോ അതേപോലെ സംഘം രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനെ കാണാറുള്ളൂ. അതുകൊണ്ട് അതിന് പുരസ്കാരം കിട്ടണമെന്ന് സംഘത്തിന് താല്പര്യമേ ഇല്ല. സംഘം എന്നും പറയാറുള്ളതും പാടാറുള്ളതും അതുതന്നെയാണ്. വൃത്തപത്രമേ നാം ഛപേക, അത് നമ്മുടെ ലക്ഷ്യമേ അല്ല പത്രങ്ങളിൽ പേരെഴുതണം എന്ന്. പഥക അന്തിമ ലക്ഷ്യ നഹി ഹേ സിംഹാസന ചടുത്തേ ജാന. ഈ യാത്രയുടെ അന്തിമ ലക്ഷ്യം ഏതെങ്കിലും അധികാരത്തിന്റെയോ അംഗീകാരത്തിന്റെയോ സിംഹാസനം കിട്ടാൻ വേണ്ടിയിട്ടല്ല. അത് നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ അമ്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മകനെ പോലെ അത് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഇന്നത് ഇപ്പോഴത്തെ ഈ വിജയദശമിക്ക് ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ടായിരിക്കാം സ്വയം സേവകനായ പ്രധാനമന്ത്രി, പ്രചാരകനായിരുന്ന പ്രധാനമന്ത്രി, അദ്ദേഹം ആ നാണയവും സ്റ്റാമ്പും പുറത്തിറക്കിയപ്പോൾ ചിലർക്കൊക്കെ വല്ലാത്ത വിഷമമാണ്. അവർ തുടർച്ചയായി പറയുകയാണ്, രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്താണ് ഈ നാടിനു വേണ്ടി ചെയ്തത് എന്ന്, സ്വാതന്ത്ര്യ ലബ്ധിക്ക് വേണ്ടി എന്താ ചെയ്തത് എന്ന്. അവരോട് വിനീതമായി ചോദിക്കാനുള്ളത്, അറിയണമെന്ന് അവർക്ക് ആഗ്രഹമില്ല, എന്നാൽ പോലും നമുക്ക് പറയേണ്ട ആവശ്യം ഉള്ളത് കൊണ്ട് പറയുകയാണ് ഇത്തരം വേദിയിൽ വെച്ച്. എന്തിനാണ് ബ്രിട്ടീഷുകാർ സംഘത്തെ നിരോധിക്കാൻ തയ്യാറായത്? ബ്രിട്ടീഷുകാർ സംഘത്തെ നിരോധിച്ചു, ഇല്ലാതെയാക്കാൻ ശ്രമിച്ചു. അതിനെ അതിജീവിച്ചു സംഘം. ഒട്ടും പിന്നോട്ട് പോകാതെ അതിനെയും അതിജീവിച്ചു മുന്നോട്ട് വന്നു. രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങളിൽ ഒന്നായ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, ആ നിസ്സഹകരണ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് അതിന് നേതൃത്വം കൊടുക്കാൻ മഹാരാഷ്ട്രത്തിൽ മുൻപന്തിയിൽ നിന്നത് മറ്റാരുമല്ല, സംഘത്തിന്റെ സ്ഥാപകനായി നാം എല്ലാം കണക്കാക്കുന്ന ഡോക്ടർ കേശവറാം ഹെഡ്ഗേവാറാണ്. അദ്ദേഹത്തിന് അന്ന് സർസംഘചാല ചുമതല തൽക്കാലത്തേക്ക് ഒഴിഞ്ഞ് ആ സ്ഥാനത്തേക്ക് ഡോക്ടർ പരാഞ്ച് പൈ എന്ന് പറയുന്നതായ മറ്റൊരു സംഘ കാര്യകർത്താവിനെ നിയോഗിച്ചിട്ടാണ് ജംഗൽ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോയത്. അദ്ദേഹത്തോടൊപ്പം അനേകം സ്വയം സേവകർ പോയി, അനേകം സ്വയം സേവകർ. അണ്ണാ സോഹനി, അപ്പാജി ജോഷി, ബാലാജി ഹുദ്ദാർ, ഇവരുടെയൊക്കെ പേരുകൾ ഇവരാരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇവരെല്ലാവരും ചേർന്നാണ് സമരത്തിൽ പങ്കെടുത്തത്. അവർക്ക് നേതൃത്വം കൊടുത്തിരുന്നത് നാഗപ്പൂരിൽ നിന്ന് ഈ കാര്യത്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ട രമാകാന്ത് ദേശ്പാണ്ഡെ അഥവാ ബാബാ സാഹേബ് ദേശ്പാണ്ഡെ എന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. നേതൃത്വം വഹിച്ചിരുന്ന ആളെന്ന നിലയിൽ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ പിടികൂടി മർദ്ദിച്ചു, ജയിലിലടച്ചു, കോടതിയിൽ കൊണ്ടുവന്നു. കോടതിയിൽ അദ്ദേഹത്തിന് തൂക്കുകയർ വിധിച്ചു, ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ചു. ഈ രമാകാന്ത് ദേശ്പാണ്ഡെ എന്ന ബാബാ സാഹേബ് ദേശ്പാണ്ഡെ ദീർഘദിവസങ്ങൾ ഈ വിധി പ്രഖ്യാപനവും കാത്ത്, ഒരു തരത്തിൽ പറഞ്ഞാൽ വിധി നടപ്പാക്കുന്നതും കാത്ത് കിടക്കേണ്ടി വന്നു. പക്ഷെ പിന്നീട് ക്വിറ്റ് ഇന്ത്യ സമരമൊക്കെ അടങ്ങി, ആ തീയൊക്കെ ഒന്ന് അണഞ്ഞു വന്നപ്പോൾ തടവിലാക്കപ്പെട്ട പലരെയും പിന്നീട് മോചിപ്പിക്കപ്പെട്ട കൂട്ടത്തിൽ ബാബാ സാഹേബ് ദേശ്പാണ്ഡെ മോചിതനായി. ഇവിടെ ദേശ്പാണ്ഡെയെക്കുറിച്ച്, ബാബാ സാഹേബ് ദേശ്പാണ്ഡെയെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയുന്നത്, ഇതിലിരിക്കുന്ന സ്വയം സേവകർക്കെല്ലാം അറിയാം, സംഘത്തിന്റെ വിവിധ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സേവന പ്രസ്ഥാനമാണ് വനവാസി കല്യാണാശ്രമം. ആ വനവാസി കല്യാണാശ്രമം പിന്നീട് സ്ഥാപിച്ചത് ഈ ബാബാ സാഹേബ് ദേശ്പാണ്ഡെ ആയിരുന്നു. ഭാരതത്തിലെ വനാന്തരങ്ങളിൽ മൃഗങ്ങളിലും ദുരിതപൂർണമായ ജീവിതം നയിക്കുന്ന പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഏറ്റെടുത്ത് അദ്ദേഹം പിന്നീട് ആ പ്രവർത്തനത്തിന് വേണ്ടി നിയുക്തനായി. ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ സ്വതന്ത്രമാക്കപ്പെട്ട ഭാരതത്തിൽ അതിനോടൊപ്പം സംഭവിച്ച വിഭജനത്തിന്റെ ദുരിതത്തിൽപ്പെട്ട് മാനവും ജീവനും ഇല്ലാതെയാകുമോ എന്ന് സംശയിച്ച ഭാരതീയരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലും സ്വയം സേവകർ തന്നെയാണ് ഉണ്ടായിരുന്നത്. ആ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ വേണ്ടി ഇന്നത്തെ പാകിസ്ഥാന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് പോകാൻ പുറപ്പെട്ട സ്വയം സേവകരോട് അന്നത്തെ സർസംഘചാലകായ ഗുരുജി പറഞ്ഞത്, അവസാനത്തെ ഹിന്ദുവും അവരുടെ ജീവൻ രക്ഷപ്പെടുത്തി അവരെ ഈ അതിർത്തി കടത്തി ഇങ്ങോട്ടേക്ക് എത്തിക്കും വരെ നിങ്ങൾ അവിടുന്ന് പോരാൻ പാടില്ല. അങ്ങനെയുള്ള നിർദ്ദേശം കിട്ടി അവിടെ നിന്ന് മതമൗലികവാദികളോട്, ഭീകരവാദികളോട് പൊരുതി ഏറ്റുമുട്ടി ഹിന്ദുക്കൾ കുറച്ചുപേരെയെങ്കിലും രക്ഷിക്കാമെങ്കിൽ രക്ഷിക്കാമല്ലോ എന്ന് കരുതി പൊരുതി
അവസാനം വീരമൃത്യു വരിച്ച സ്വയം സേവകരുടെ എണ്ണം അസംഖ്യമാണ്. ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാതെ കാക്കയും കഴുകും കൊത്തിവലിച്ച് ഇല്ലാതെയാക്കപ്പെട്ട ആ മൃതശരീരങ്ങൾ എവിടെയോ അഴുകി ഇല്ലാതെയായി. വിധിപ്രകാരമുള്ള ഒരു സംസ്കാരം പോലും കിട്ടാതെ മരണപ്പെട്ട സ്വയം സേവകർ അസംഖ്യമാണ്. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തോടാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ ദേശഭക്തിയെ ഞങ്ങൾക്കൊന്ന് അളക്കണം എന്ന്. നിങ്ങളുടെ ഒന്നും ഒരു മുഴക്കോൽ ഉപയോഗിച്ചാലും അളക്കാൻ കഴിയുന്നതല്ല സംഘത്തിന്റെ ദേശത്തോടുള്ള ഭക്തിയുടെ ആഴം. നിങ്ങൾ എത്ര കണ്ട് പരിശ്രമിച്ചാലും മനസ്സിലാക്കാൻ കഴിയുന്നതല്ല ആ മഹത്തരമായ ദേശസമർപ്പിതമായ പ്രവർത്തനം. അങ്ങനെയുള്ള സംഘം അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം പൂർത്തീകരിക്കുകയാണ് ഇപ്പോൾ. ഈ 100 വർഷം സഹനത്തിൻ്റെയും സേവനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും മാർഗത്തിലൂടെ, സേവനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും മാർഗത്തിലൂടെ വളർന്ന് ഭാരതത്തിൻ്റെ 1 ലക്ഷത്തിൽ പരം ഗ്രാമങ്ങളിലേക്ക് വ്യാപിച്ച് ശാഖയിൽ നിന്ന് വളർന്നു വന്ന സ്വയം സേവകരാൽ നയിക്കപ്പെടുന്ന നിരവധി സാമൂഹ്യ സാംസ്കാരിക സംഘടനകളും പ്രസ്ഥാനങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ഇന്നുള്ളത്. ഒരു സംശയവും കൂടാതെ പറയാം, സംഘത്തെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള രാഷ്ട്ര സംബന്ധിയായ ഒരു ചർച്ചയും ഇന്ന് നടക്കുന്നില്ല. സംഘമാണ് ഇന്ന് ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായി മാറിയിരിക്കുന്നത്. സ്വയം സേവകർ, വ്യക്തി നിർമ്മാണ പ്രക്രിയയിലൂടെ കടന്നു വന്ന സ്വയം സേവകർ അവരുടെ താല്പര്യത്തിൻ്റെയും അവരുടെ കഴിവിൻ്റെയും അടിസ്ഥാനത്തിൽ, അവരുടെ നൈപുണ്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിവിധ മേഖലകളിലേക്ക് കടന്നു എന്ന് സാമൂഹ്യ സംഘടനകൾ സ്ഥാപിച്ചു. അതാണ് സംഘത്തിൻ്റെ വിവിധ ക്ഷേത്രങ്ങൾ. ഇതിന് കഴിയാൻ, അങ്ങനെ അവിടെ പോയി ഇത് ചെയ്യാൻ അവർക്ക് കഴിവുണ്ടായത് ശാഖകളിൽ നിന്ന് കിട്ടിയ ആ നൈപുണ്യമാണ്. ഇന്നലെ നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി അത് അഭിമാന പുരസ്സരം പറയുന്നുണ്ടായിരുന്നു. സ്വയം സേവകനായതിൽ, ഈ മഹത്തായ പ്രസ്ഥാനത്തിലൂടെ ദേശ സേവനം എന്തെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് അദ്ദേഹം പറയുണ്ടായി. ഇങ്ങനെ അസംഖ്യം സംഘടനാ പ്രവർത്തകർ ഇന്ന് ഭാരതത്തിലെമ്പാടുമുണ്ട്. അതിൻ്റെ കാരണം ശാഖയിലെ പരിശീലനമാണ്. നിത്യേന നടക്കുന്ന ശാഖയിലൂടെ ഏറ്റവും വിശിഷ്ടമായ, ഏറ്റവും വിശുദ്ധമായ വ്യക്തി നിർമ്മാണ പ്രക്രിയയിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് അവർക്കതിന് കഴിഞ്ഞത്. നമ്മളെല്ലാവരും ഒരുപക്ഷെ കേട്ടിരിക്കാൻ ഇടയുള്ള ഒരു പ്രസിദ്ധമായ ഉദ്ധരണിയുണ്ട്. മറ്റാരുടെയുമല്ല, സ്വാമി വിവേകാനന്ദൻ്റെ. സ്വാമിജി ഒരിക്കലൊരു പ്രധാനപ്പെട്ട പ്രഭാഷണം നടത്തവേ പ്രഭാഷണത്തിൻ്റെ തലക്കെട്ട് ഈ രാഷ്ട്രത്തെ നമുക്കെങ്ങനെ ശക്തിയുള്ളതാക്കാം എന്നതായിരുന്നു. ഹൗ ടു മേക്ക് ദിസ് നേഷൻ സ്ട്രോങ് എന്നതായിരുന്നു. അതിന് ഉത്തരം വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കവേ അദ്ദേഹം ഒരു സമവാക്യം പോലെ, ഒരു ഇക്വേഷൻ പോലെ ഒരു കാര്യം പറഞ്ഞു. എന്തായിരുന്നു പറഞ്ഞത്? ഈ രാഷ്ട്രം പിറന്നത് ചില ദേശീയ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ ദേശീയ മൂല്യങ്ങളുടെ മാർഗത്തെ ശക്തിപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഈ രാഷ്ട്രത്തെ ശക്തിപ്പെടുത്താൻ കഴിയും. അതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അദ്ദേഹം പറഞ്ഞ ആ വാചകം, അത് നേരത്തെ ദാദാറാവ് പരമാർത്ഥിന്റെ വാചകത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെ സുന്ദരമാണ് എന്നതുകൊണ്ട്, ഇംഗ്ലീഷ് കൊട്ടേഷൻ പറയാനുള്ള വല്ലാത്ത ആഗ്രഹം കൊണ്ട് പറയുന്നതല്ല, അത് വളരെ സുന്ദരമായൊരു മന്ത്രമുഗ്ധമായ വാചകം ആയതുകൊണ്ട് പറയുകയാണ്. റിനൗൺസിയേഷൻ ആൻഡ് സർവീസ് ആർ ദ നാഷണൽ ഐഡിയൽസ് ഓഫ് ദിസ് നേഷൻ, and if you want to strengthen this nation, strengthen her in those channels and rest will take care of itself. റിനൗൺസിയേഷൻ, സമർപ്പണം, സേവനം, സർവീസ്, സേവനം, അതാണ് ഈ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വിശുദ്ധമായ ദേശീയ മൂല്യങ്ങൾ. രാഷ്ട്രത്തെ ശക്തിപ്പെടുത്താനാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഈ രാഷ്ട്രത്തെ ശക്തിപ്പെടുത്താൻ നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട, ഈ സമർപ്പണവും സേവനവും നിങ്ങളുടെ ഉള്ളിൽ വളർത്തിയാൽ മതി. രാഷ്ട്രം പിന്നെ സ്വയം നന്നായിക്കൊള്ളും. റെസ്റ്റ് വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് സെൽഫ്. സ്വയം മുന്നോട്ട് പോയിക്കൊള്ളും എന്നാ പറഞ്ഞു. ഇതൊരു വലിയ ഉപദേശമാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ ശക്തിവർദ്ധനവിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മഹത്തരമായ കാര്യം ഈ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ നാം തയ്യാറാവുക എന്നതാണ്. ഇതാണ് ഡോക്ടർ ഹെഡ്ഗവാർ ഭാരതത്തിലെ സ്വയം സേവകരെ പഠിപ്പിച്ചത്. ഈ പ്രവർത്തനം എന്താണ് സത്യത്തിൽ? സ്വാമിജി തന്നെ പിന്നീട് ഒരു അവസരത്തിൽ പറയുന്നുണ്ട്, അതാണ് ഈ ഭാരതത്തിൻ്റെ ധർമ്മം. അതാണ് ഭാരതത്തിൻ്റെ ധർമ്മം. ഈ ധർമ്മത്തിൻ്റെ പിടിയിൽ പിടിച്ചല്ലാതെ, ഈ ധർമ്മത്തിൻ്റെ പിടിയിൽ
പിടിച്ചല്ലാതെ ഈ രാഷ്ട്രത്തെ ഉയർത്താൻ നമുക്ക് സാധ്യമല്ല. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനമാണ് സംഘശാഖയിലൂടെ നൽകപ്പെടുന്നത്. അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഇത്രയേറെ വലിയൊരു വളർച്ച നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞത്. അതിനുവേണ്ടി നിരന്തരം വീണ്ടും പരിശ്രമിക്കാൻ നമുക്ക് ഓരോരുത്തർക്ക് കഴിയണം. ഇന്നത്തെ ഈ ദിവസം സംഘ സ്വയം സേവകരും സംഘ കുടുംബാംഗങ്ങളും ഒരുപോലെ ചിന്തിക്കേണ്ട വസ്തുത, നമുക്ക് ഈ കാര്യത്തിൽ കൂടുതൽ സമയം നൽകി കൂടുതൽ ശക്തിയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയണം. ഇക്കാലം അത്രയുമുള്ള സംഘത്തിൻ്റെ പ്രവർത്തനം 100 വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് 100 വർഷം പൂർത്തിയാക്കുമ്പോൾ ഒരു വിപുലമായ വളരെ ആഴത്തിലുള്ള അനുഭവം സംഘത്തിന് സംഘ സ്വയം സേവകന്മാർക്ക് ലഭിച്ചിട്ടുണ്ട്. ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഘം ചില നിഗമനങ്ങളിലേക്ക് കാലാകാലങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. ആ നിഗമനം ചിലത് നമ്മൾ നേരത്തെ പറഞ്ഞു, വ്യക്തി നിർമ്മാണത്തിൻ്റെ പ്രക്രിയ, അങ്ങനെ നിർമ്മിക്കപ്പെട്ട വ്യക്തികളിലൂടെ സ്ഥാപിതമാകുന്ന പ്രസ്ഥാനങ്ങൾ, ആ പ്രസ്ഥാനത്തിൻ്റെ വിപുലമായ സമ്പർക്ക വലയത്തിൽപ്പെടുന്ന മറ്റാളുകളുമായി രാഷ്ട്രത്തെ സംബന്ധിച്ച് സംസാരിച്ച് കിട്ടുന്ന ആ അറിവുകൾ, ആ അറിവിൻ്റെയൊക്കെ ഫലമായി നമ്മൾ എത്തിച്ചേർന്ന നിഗമനങ്ങൾ സമൂഹ സമക്ഷം വയ്ക്കുകയാണ് ഈ 100-ാം വർഷം സമൂഹത്തിൻ്റെ സമക്ഷം. എന്തൊക്കെയാണത്? നേരത്തെ ആദരണീയായ അധ്യക്ഷ ഭാരതത്തിൻ്റെ പുരോഗമനത്തെക്കുറിച്ച് പറഞ്ഞു. ഭാരതം വളരുകയാണ്. ഭാരതത്തെ ഇന്ന് ലോകം ശ്രദ്ധാപൂർവം ആദരപൂർവ്വം നോക്കുകയാണ്. ഒരു 20 വർഷം മുമ്പൊക്കെ ഭാരതം വിട്ട് മറ്റ് വിദേശ രാഷ്ട്രങ്ങളിലേക്ക് പോകുന്ന ആളുകൾക്ക് അവിടെ കിട്ടിയിരുന്ന അംഗീകാരം എത്രയുണ്ട് എന്ന് നമ്മൾ അങ്ങനെ പോയിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാക്കും. പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കും വളരെ പുരോഗമിച്ചു എന്ന് പറയുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളിലേക്കൊക്കെ പോകുന്നവരെ 2ാം കിടയോ 3ാം കിടയോ 4ാം കിട പൗരന്മാരായിട്ട് നോക്കുന്ന, സാഹിബിൻ്റെ ഭാഷയിൽ പറഞ്ഞ് ലുക്കിംഗ് ഡൗൺ, ഒരു തരത്തിൽ അവഹേളിച്ചുകൊണ്ടാണ് നോക്കിയിരുന്നത്. പക്ഷെ ഇപ്പോൾ പോകുന്ന ആൾക്കാരോടൊന്ന് ചോദിച്ചു നോക്കൂ, എത്ര വലിയൊരു ആദരവാണ് അവർക്ക് വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് മുതൽ കിട്ടുന്നത് എന്ന്. എന്താ അതിന് കാരണം? ഭാരതം ശക്തിപ്പെടുകയാണ്, ഭാരതം മുന്നോട്ട് പോവുകയാണ്. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ലോകത്തിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 4 രാഷ്ട്രങ്ങളെ എടുത്താൽ ആ 4ാമത്തെ സ്ഥാനത്തേക്ക് സാമ്പത്തികമായി പുരോഗമിച്ച രാഷ്ട്രമായി ഭാരതം മാറിയിരിക്കുന്നു. വളരെ ചെറിയ അകലം മാത്രമേ ജർമ്മനിയുമായി ഇനി അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് അമേരിക്കൻ രാഷ്ട്രപതിക്ക് അദ്ദേഹത്തിന് എന്തോ സമ്മാനം, ലോക സമ്മാനം കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് പിന്തുണയ്ക്കാത്തത് കൊണ്ടാണോ എനിക്കറിയില്ല, എന്തായാലും അതോ ഭാരതം ഇങ്ങനെ അവരുടെ നിയന്ത്രണത്തിലൊന്നും നിൽക്കാതെ വളരുന്നത് കൊണ്ടാണോ ചില തീരുവ ഭീഷണിയൊക്കെ നമുക്കെതിരായിട്ട് മുഴക്കി. ഈ ഭീഷണി മുഴക്കിയ രാഷ്ട്രപതിയോടൊരക്ഷരം പോലും, അതിന് പ്രത്യേക മറുപടിയൊന്നും ആവശ്യമില്ലല്ലോ, നമുക്ക് നമ്മുടെ ശക്തിയെ കാണിച്ചു കൊടുക്കേ വേണ്ടൂ. നാം നമ്മുടെ താല്പര്യമൊന്ന് പ്രകടിപ്പിക്കേണ്ട താമസം, നിതാന്ത വൈരി എന്ന് സാധാരണ പറയപ്പെട്ടിരുന്ന ചൈന പോലും ഈ ഭാരതത്തോട് സഹകരിക്കാൻ വേണ്ടി സന്നദ്ധരായി. റഷ്യ നമ്മളോട് സഹകരിക്കാൻ സന്നദ്ധരായി. ജർമ്മനി നിരുപാധികം സഹകരിക്കാൻ സന്നദ്ധരായി. നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി ജപ്പാൻ സന്ദർശിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ നേരത്തെ നിശ്ചയിച്ച അമേരിക്കൻ യാത്ര ക്യാൻസൽ ചെയ്ത് ജപ്പാൻ ഭരണാധികാരികൾ അവിടെ നിരനിരയായി നിൽക്കുകയായിരുന്നു. ലോകത്തിലെ ഏറ്റവും കരുത്തുള്ള രാഷ്ട്രത്തിൻ്റെ കരുത്തനായ പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി. ഞാനിവിടെ ഏതെങ്കിലും ഒരു വ്യക്തിയെ സംബന്ധിച്ചല്ല പറയുന്നത്, ഭാരതം നേടിയ വളർച്ചയ്ക്കുള്ള അംഗീകാരം കിട്ടുന്നത്. നിശ്ചയമായി നമ്മൾ പുരോഗമിക്കാം, സാമ്പത്തികമായി പുരോഗമിക്കുന്നു, അതേപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പുരോഗമിക്കുന്നു, യുദ്ധമേഖലയിൽ നമ്മൾ പുരോഗതിയെ നമുക്ക് ലഭിക്കുന്നു. ഏറ്റവും അടുത്ത് സംഭവിച്ച ആ പഹൽഗാം സംഭവത്തെ ശേഷം നടന്ന ഓപ്പറേഷൻ സിന്ദൂർ വളരെയേറെ വായിക്കുകയും വളരെ കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞു. നമ്മൾ ഭാരതത്തിൻ്റെ യുദ്ധസന്നദ്ധത, ഭാരതത്തിൻ്റെ അഭിമാനത്തിന് നേരെ വിരൽ ചൂണ്ടിയാൽ അത് ഏതൊരറ്റം വരെ പോയിട്ടായാലും അതിന് പകരം ചോദിച്ചേ തീരൂ എന്ന് നമ്മുടെ സൈന്യം അതിന് സന്നദ്ധമാണ് എന്ന് കാട്ടിക്കൊടുത്തു നമ്മൾ. ഇന്നത്തെ യുദ്ധത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, പഴയകാല ട്രഡീഷണൽ യുദ്ധരീതിയല്ല, പരമ്പരാഗത യുദ്ധ സമ്പ്രദായങ്ങളല്ല, തീർത്തും വ്യത്യസ്തമായ ഹൈടെക് യുദ്ധമാണ്. ആ യുദ്ധത്തിൽ പോലും നമ്മൾ ഏതൊരു വലിയ വിജയമാണ് നേടിയത്. എത്ര കണ്ട് മൈക്രോസ്കോപ്പിക് പ്രിസിഷനോട് കൂടിയിട്ടാണ്, കോപ്പി ബുക്ക് പ്രിസിഷനോട് കൂടിയിട്ടാണ്
നമ്മുടെ മിസൈലുകൾ പാഞ്ഞു ചെന്ന് ചീറിപ്പാഞ്ഞു ചെന്ന് അവരുടെ വലിയ ആണവായുധങ്ങൾ ശേഖരിച്ചിരുന്ന തുരങ്കങ്ങളുടെ ഇരുമാർഗങ്ങളും അടച്ചു വെച്ചത് അത്ഭുതത്തോടെ ഞെട്ടിക്കൊണ്ടാണ് അമേരിക്കയും റഷ്യയും ചൈനയും ഒക്കെ ആ കാഴ്ച കണ്ടത്. എത്ര വലിയ ആക്രമണമാണ് നമ്മൾ തിരിച്ചു നടത്തിയെന്നും നമ്മൾ നേടിയ വിജയത്തിന്റെ വലിപ്പം എത്രയുണ്ടെന്നും അറിയണമെങ്കിൽ യുദ്ധപ്രഖ്യാപനം നടത്തി യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ ഒരർത്ഥത്തിൽ യുദ്ധവിരാമത്തിന് വേണ്ടി അഭ്യർത്ഥിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ നേടിയ സാങ്കേതികമായ പുരോഗതി, യുദ്ധകാര്യത്തിൽ നേടിയ പുരോഗതി, ചെറിയ ഉദാഹരണം മാത്രം, ഞാനത് പറഞ്ഞ് ദീർഘിപ്പിക്കുകയല്ല. S-400 എന്ന് പറയുന്ന നമ്മുടെ പ്രതിരോധ സംവിധാനം അത് റഷ്യയിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ റഷ്യ യുക്രൈൻ യുദ്ധ സമയത്ത് അത് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ S-400ന്റെ വീക്ക്നെസ്, അതിന്റെ ദൗർബല്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് യുക്രൈൻ കാണിച്ചു കൊടുത്തു. യുക്രൈനെ പോലത്തെ ഒരു ദുർബല, റഷ്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ ശക്തി കുറഞ്ഞ രാഷ്ട്രം, ചൈനയുടെയും അമേരിക്കയുടെയും ഒക്കെ സഹായത്തോടു കൂടിയാണെങ്കിൽ പോലും S-400 എന്ന പ്രതിരോധ സംവിധാനത്തിന്റെ ഒപ്പം പ്രത്യാക്രമണ സംവിധാനത്തിന്റെ ലൂപ്പ് ഹോൾസ് എവിടെയെല്ലാമാണ് എന്ന് നമുക്കും തിരിച്ചറിയാൻ കഴിഞ്ഞു. ആ പഠനം നടത്തി S-400ൽ നമ്മൾ നടത്തിയ പരിഷ്കരണങ്ങളും അതിന് സഹായകരമായി ഉണ്ടാക്കിയ മറ്റു 3 റോസ് നിരകളുള്ള പ്രതിരോധ സംവിധാനവും പാകിസ്ഥാൻ വളരെ ആലോചിച്ചുറച്ച് അയക്കുന്ന ഒരു മിസൈലോ ഒന്നുപോലും നമ്മുടെ നാടിന്റെ ഉള്ളിലുള്ള അവരുടെ ലക്ഷ്യത്തിലേക്ക് പതിക്കാത്തവണ്ണം നിർവീര്യമാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നത് ഇന്ന് അത്യാവശ്യം സൈനിക വാർത്തകളും ലേഖനങ്ങളും ഗവേഷണ പ്രബന്ധങ്ങളും വരുന്ന വാരികകളും മാസികകളും വായിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കറിയാം, ഇന്ന് ലോകത്തെ പുരോഗമിച്ച രാഷ്ട്രങ്ങളുടെ യുദ്ധപാഠ പുസ്തകങ്ങളിലെ, സൈനിക പരിശീലന പാഠപുസ്തകങ്ങളിലെ ഒരു അധ്യായമായി മാറിയിരിക്കുന്നു, അവരുടെ പാഠ്യവിഷയമായി മാറിയിരിക്കുകയാണ്. ആ നിലയിൽ നമ്മൾ പുരോഗതി നേടി, യാതൊരു സംശയവുമില്ല. ഇപ്പോ ഇതാ വാട്സാപ്പിനെ പോലും പിന്നിലാക്കത്തക്ക വിധത്തിലുള്ള അരട്ടൈ ഭാരതത്തിലെ ഒരു ദേശഭക്തനായ സാങ്കേതിക വിദഗ്ധന്റെ നേതൃത്വത്തിൽ, സോഹോ കമ്പനിയുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. എത്ര വേഗമാണ് അരട്ടൈ എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ നിന്നുണ്ടായ, തമിഴിലെ സൊറ പറയുക എന്നതിന് പറയുന്ന വാക്കാണ് അരട്ടൈ. അതിന്ന് ലോകത്തിലെ എല്ലാ ഭാഷയിലും ആ വാക്കിന്റെ അർത്ഥം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാരാണ് അതിന് നേതൃത്വം കൊടുത്തത്? നേതൃത്വം കൊടുത്തത് സോഹോ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ശ്രീധർ വെമ്പുവാണ്. ആ ശ്രീധർ വെമ്പു 2 വർഷം മുമ്പ് തിരുച്ചിനാപ്പള്ളിയിലെ ദ്വിതീയ വർഷ സംഘശിക്ഷാ വർഗിൽ പങ്കെടുത്ത ആളാണ്. പ്രൗഢ സ്വയം സേവകരുടെ ദ്വിതീയ വർഷ സംഘശിക്ഷാ വർഗിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ കാര്യകർത്തൃ വികാസ വർഗ പ്രഥമയിൽ പങ്കെടുത്ത ആളാണ്. അവിടെയും നമ്മൾ പുരോഗമിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യത്തിൽ, സെർച്ച് എൻജിൻസ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നമുക്ക് ഗൂഗിളിനപ്പുറത്തേക്ക്, വാട്സപ്പിനപ്പുറത്തേക്ക്, ഫേസ്ബുക്കിനപ്പുറത്തേക്ക്, ട്വിറ്ററിനും ഇൻസ്റ്റാഗ്രാമിനും അപ്പുറത്തേക്ക് ഭാരതീയമായ പ്ലാറ്റ്ഫോമുകൾ രൂപപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ആദ്യ ചുവടാണ് അരട്ടൈ എന്ന വാട്സപ്പ് എന്ന് പറയേണ്ടി വരികയാണ്. പണ്ട് ചിലരൊക്കെ പറയാറുണ്ടായിരുന്നില്ലേ, നമ്മൾ ചന്ദ്രിക എന്ന് പറയുന്ന ലൈബോയ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ചിലപ്പോൾ ഉപയോഗിച്ചു പോവുകയാണ്. ഏതായാലും ആ നിലയിലേക്കുള്ള സാങ്കേതിക പുരോഗതിയും ഭാരതം നേടുകയാണ്. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ അനുഭവങ്ങളുടെ, ചർച്ചകളുടെ വിപുലമായ സമ്പർക്കത്തിന്റെ ഫലമായി നമ്മൾ എത്തിച്ചേർന്നൊരു നിഗമനമുണ്ട്. ഇന്ന് നാം നേടുന്നു പുരോഗതി എങ്കിൽ പോലും അതിൻ്റെ പോളിസി, നയം, അതിൻ്റെ ഫ്രെയിം വർക്ക് പരിപൂർണമായി നമ്മുടേതല്ല. അതിൻ്റെ ചട്ടക്കൂട് നമ്മുടേതല്ല. നമ്മുടേതായ ചട്ടക്കൂട്, സ്വത്വത്തിനധിഷ്ഠിതമായ ചട്ടക്കൂടിനെ നമുക്ക് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു, ഫ്രെയിം വർക്ക്. ആ ഫ്രെയിം വർക്കിന്റെ ആധാരത്തിലുള്ള മോഡൽസ് ലോകത്തിന്റെ മുമ്പിൽ, മാതൃകകൾ നമുക്ക് അവതരിപ്പിക്കേണ്ടിയിരിക്കുന്നു. സംഘത്തിന്റെ വിവിധ മേഖലകളിലെ പ്രവർത്തനത്തിലൂടെ, ശാസ്ത്രജ്ഞന്മാരുടെ മേഖലയിലെ പ്രവർത്തനം, സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾ, വൈചാരിക വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ തലമുതിർന്ന ആളുകൾ ഒരുമിച്ചിരുന്ന് അത്തരം മോഡലുകളെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വിദേശികളെ അനുകരിച്ചുകൊണ്ട് പുരോഗതി നേടലല്ല വേണ്ടത്,
നമുക്ക് നമ്മുടേതായ മാർഗത്തിലൂടെ പുരോഗതിയെ കൈവരിക്കാൻ കഴിയണം. അപ്പോഴാണ് നമ്മൾ സ്വതന്ത്രരാവുന്നത്. അതുകൊണ്ട് ഡെവലപ്മെന്റ് മോഡൽ നമ്മൾ സൃഷ്ടിക്കുക, അതാവശ്യമാണ്. അത് കഴിയണം എന്നുണ്ടെങ്കിൽ വലിയ സിസ്റ്റമിക് ചേഞ്ചസ്, ഭാരതത്തിനുള്ളിൽ വ്യവസ്ഥകളിൽ മാറ്റം വരണം. അതാരാ ചെയ്യേണ്ടത്? ഒരു സർക്കാരിനും ഒരു പരിധിക്കപ്പുറത്തേക്ക് അത് ചെയ്യാൻ കഴിയില്ല. അത് ചെയ്യണമെങ്കിൽ ഈ നാട്ടിലെ സമൂഹം സന്നദ്ധരാകണം. സമൂഹം അത് ചെയ്യണമെങ്കിൽ അവർക്ക് മുന്നിൽ നിൽക്കാൻ കെൽപ്പും കരുത്തും മൂല്യവുമുള്ള ഗുണവുമുള്ള വ്യക്തികൾ ഉണ്ടാവണം നേതൃത്വം കൊടുക്കാൻ. ആ വ്യക്തികൾ എവിടുന്നാണ് സൃഷ്ടിക്കപ്പെടുന്നത്? ഈ ഇരിക്കുന്ന വിഭാഗത്തിൽ നിന്നാണ് അത്തരം വ്യക്തികൾ സൃഷ്ടിക്കപ്പെടേണ്ടത്. ഞാൻ ശ്രീധർ വെമ്പുജിയെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം സ്വയം സേവകനാവുന്നതിനും മുമ്പേ തന്നെ ഈ മേഖലയിലായിരുന്നു. പക്ഷേ സ്വയം സേവകനായതോട് കൂടിയിട്ട് കൃത്യമായ മാർഗങ്ങളിലൂടെ അദ്ദേഹം മുന്നോട്ട് പോകുന്നത് പോലെ നമ്മുടെ ഇടയിൽ നിന്ന് അത്തരം വ്യക്തികൾ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വന്ന് ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ സമൂലമായ പരിവർത്തനം ഉണ്ടാക്കാൻ വേണ്ടി പ്രയത്നിക്കണം. അത് കുടുംബങ്ങളെ വീണ്ടും ദൃഢമാക്കിക്കൊണ്ടായാലും, അവരുടെ പ്രസംഗത്തിൽ, ടീച്ചറുടെ പ്രസംഗത്തിൽ അത് സൂചിപ്പിക്കുകയുണ്ടായി. കുടുംബം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ആ കുടുംബം ഹിന്ദു സംസ്കാരത്താൽ പ്രചോദിതമായ ഹിന്ദു മൂല്യങ്ങൾ പൂർണ്ണമായി നിലനിൽക്കുന്ന കുടുംബങ്ങളായി നമുക്ക് മാറ്റാൻ കഴിയണം. ഇതിലെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഈ സമൂഹത്തിന്റെ ഐക്യം എന്ന് പറയുന്നത്. ജാതിക്കും വർഗത്തിനും ആരാധനാ സമ്പ്രദായത്തിനും അടിവരയിട്ട് തന്നെ സംഘം പറയുകയാണ്. ആരാധനാ സമ്പ്രദായത്തിനും അതീതമായി ഭാരതീയ സമൂഹം ഒരുമിച്ച് മതിയാവുകയുള്ളൂ. ശരിയാണ്, ഭാരതത്തിലേക്ക് വളരെ തുടർച്ചയായ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. വൈദേശിക മതങ്ങളുടെ നേതൃത്വത്തിൽ ഭാരതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ക്രൂരമായ അധിനിവേശങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മുടെ ആരാധനാലയങ്ങൾ കത്തിച്ച് കരിക്കപ്പെട്ടിട്ടുണ്ട്. രാമജന്മഭൂമി അടക്കമുള്ള പവിത്രമായ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷേ അവരെയൊക്കെയും അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എതിർത്ത് തോൽപ്പിക്കാൻ ഭാരതീയർക്ക് കഴിഞ്ഞു. പിന്നീട് കോളനി വാഴ്ചക്കാലമായി, അതിനെതിരായി നമ്മൾ പൊരുതി. അവരെയും അധികാര സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിലും അവരുടെ ആ വർഗത്തിൽ മതത്തിൽപ്പെട്ട ആളുകൾ ഭാരതത്തോട് സ്നേഹമുള്ളവരെന്ന നിലയിൽ തന്നെ ഭാരതത്തിൽ കഴിയുന്നവരുണ്ട് ഇപ്പോഴും. അവരാരും തന്നെ ഈ ഭാരതത്തിന് അന്യരല്ല. ഈ വസ്തുത സംഘത്തിന്റെ സുചിന്തിതമായ അഭിപ്രായമാണ്. ഇത് സർസംഘചാലക് മോഹൻജി ഭാഗവത് ഇന്ന് രാവിലെ നാഗപ്പൂരിൽ നടന്ന വിജയദശമി പരിപാടിയിലും പറഞ്ഞതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം there are no others for us. അന്യരില്ല നമുക്ക്. അതുകൊണ്ടാണ് അദ്ദേഹം എപ്പോഴും പറയാറുള്ളത്, സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതീയർ മുഴുവൻ ഹിന്ദുക്കളാണ്. 4 തരത്തിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ തരത്തിൽപ്പെട്ടവർ ഹിന്ദുവാണെന്നറിയാം, അതിൽ അഭിമാനമുള്ളവരുമാണ്. ഗർവ് സേ കഹോ ഹം ഹിന്ദു ഹേ എന്ന് പറയുന്നവരാണ്. അഭിമാനത്തോട് ഘോഷിക്കൂ ഹിന്ദു 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 ഞാൻ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. എന്ന് വെച്ചാൽ ഹിന്ദുവാണെന്നറിയാം, അഭിമാനമുണ്ട് താനും. രണ്ടാമത്തെ വിഭാഗമുണ്ട്, ഹിന്ദുവാണെന്ന് അവർക്കറിയാം, വലിയ അഭിമാനമൊന്നുമില്ല. അത്ര അഭിമാനിക്കത്തക്കതായിട്ട് ഈ ഹിന്ദുക്കളിൽ എന്താ ഉള്ളത് എന്ന് ചോദിക്കുന്ന ആൾക്കാർ. എതിർപ്പൊന്നുമില്ല, പക്ഷെ വലിയ അഭിമാനമില്ല. മൂന്നാമത്തെ വിഭാഗമുണ്ട്, ഹിന്ദുവാണെന്ന് അറിയുകയും ചെയ്യാം, അങ്ങേയറ്റത്തെ എതിർപ്പാണ് ഹിന്ദു സമൂഹത്തോട്. ഹിന്ദുവിൻ്റെതെല്ലാം തകർക്കണം എന്ന ആഗ്രഹമാണുള്ളത്. അതിനുവേണ്ടി അയ്യപ്പന്റെ വിശ്വാസത്തെ തകർക്കും അവർ. അതിനുവേണ്ടി രാമായണ മാസത്തെ എതിർക്കും അവർ. അതിനുവേണ്ടി അവരൊരു പക്ഷേ അമ്പലത്തിന്റെ മുന്നിൽ പോയി നിന്ന് അഭിനയിച്ചതിന് ശേഷം ശ്രീകോവിലിന് ഉള്ളിലിരിക്കുന്ന വിളക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെയാണോടോ തൻ്റെ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിക്കും. ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് ഹിന്ദു സമൂഹത്തെ, ഹിന്ദുത്വത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരും. ഞാൻ ഇത് ഏതെങ്കിലും ഒരു പാർട്ടിക്കാരെ മാത്രമായിട്ട് പറഞ്ഞതല്ല. ഉദാഹരണങ്ങളൊക്കെ ഏതോ പാർട്ടിക്കാരുമായിട്ട് ബന്ധമുള്ളതായതുകൊണ്ട് അവരെക്കുറിച്ച് മാത്രം പറഞ്ഞതല്ല. ഹിന്ദുവാണെന്ന് അവർക്കറിയാം, പക്ഷെ അങ്ങേയറ്റത്തെ പ്രതിഷേധമാണ്. വോട്ട് നഷ്ടപ്പെടുമെന്ന് തോന്നുമ്പോൾ ചിലപ്പോൾ അയ്യപ്പ സംഗമമൊക്കെ നടത്തിയെന്ന് വരും. പക്ഷേ അടിസ്ഥാനപരമായി ഹിന്ദുത്വത്തിന് അവരെതിരാണ്. തക്കം കിട്ടിയാൽ ഹിന്ദുത്വത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന വിഭാഗമുണ്ട്. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നു അവരും ഹിന്ദുക്കൾ. ഇനി നാലാമതൊരു വിഭാഗമുണ്ട്, ഹിന്ദു ആണെന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ബോധ്യമില്ലാത്ത വിഭാഗം. ഇങ്ങനത്തെ 4 വിഭാഗങ്ങളിലാണ് സംഘം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന. 4 വിഭാഗങ്ങളിലും സംഘം പ്രവർത്തിക്കുക. ആദ്യ പടി എന്ന നിലയിൽ ഹിന്ദുത്വ അഭിമാനികളുടെ ഇടയിൽ പ്രവർത്തിച്ചു, അവരെ സംഘടിപ്പിച്ചു.
കാരണം അവർക്കാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്തം. ഈ വിശിഷ്ടമായ സംസ്കാരം നിലനിൽക്കണമെന്നും ലോകത്തോടുള്ള കർത്തവ്യം നിർവഹിക്കാൻ ഭാരതത്തിന് ശക്തി ഉണ്ടാക്കണമെന്നുള്ള ഉത്തരവാദിത്ത ബോധമുള്ള ആളുകൾ അവരാണ്. അവർക്കിടയിൽ ആദ്യപടിയിൽ നമ്മൾ പ്രവർത്തിച്ചു. അതിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ പടിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അഭിമാനബോധമില്ലാത്ത ആളുകളുടെ ഉള്ളിൽ ഹിന്ദുത്വത്തിന്റെ മഹത്വത്തെ പറഞ്ഞുകൊടുത്ത് വിവിധ ക്ഷേത്ര സംഘടനകളിലൂടെ, മറ്റു പ്രസ്ഥാനങ്ങളിലൂടെ, വിദ്യാലയങ്ങളിലൂടെ അതിനുവേണ്ടി പ്രവർത്തിച്ചു. തുറന്നു പറയുകയാണ്, ഇത് നമ്മുടെ പ്രവർത്തനത്തിന്റെ പദ്ധതിയാണ്. മൂന്നാമത്തെ പ്രവർത്തനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനം, ഇതിനെ എതിർക്കുന്നവരുടെ ഉള്ളിലും മനപരിവർത്തനം നമ്മുടെ നിഷ്ഠാപൂർവമുള്ള പ്രവർത്തനത്തിലൂടെ ഉണ്ടാക്കുക. അത് നമ്മൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നാലാമത്തെ പടി, ഹിന്ദുവാണ് തങ്ങളെന്ന് അറിയാത്തവർ ഹിന്ദുത്വത്തെ തിരിച്ചറിയുക. അതും ഈ വിജയദശമി ഉത്സവങ്ങളിൽ പലയിടത്തും അതും കണ്ടു തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പറഞ്ഞു വന്നത്, ഭാരതീയരെ അന്യരായി കണക്കാക്കരുത്, എല്ലാവരും ഒന്നാണ്. അങ്ങനെയുള്ളൊരു സാമൂഹ്യ ഐക്യം സാധ്യമാക്കിയെടുക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം. ഇതിലൂടെ ലോകത്തിന് തന്നെ കൃത്യമായൊരു മാർഗദർശനം നൽകാനുള്ള കെൽപ്പ് ഭാരതത്തിനുണ്ടാകണം. അതാണ് പൂജനീയ ഗുരുജി, സംഘത്തിന്റെ രണ്ടാമത്തെ സർസംഘചാലയായ ഗുരുജി ഗോൾവൽക്കർ വിചാരധാരയുടെ ആദ്യ അധ്യായത്തിൽ എഴുതിയത്, വി ഹാവ് ഗോട്ട് എ മിഷൻ, എ ഗ്ലോബൽ മിഷൻ. നമുക്കുണ്ടൊരു ദൗത്യം, ഒരു ആഗോള ദൗത്യം. ഭാരതത്തിന്റെ 4 അതിരുകളിൽ ഒതുങ്ങുന്നതല്ല ആ ദൗത്യം. അത് അഖണ്ഡ ഭാരത സാക്ഷാത്കാരത്തോടു കൂടിയും ഒടുങ്ങുന്നതല്ല ആ ദൗത്യം. അതിനുമപ്പുറത്തേക്ക് വിശ്വവ്യാപകമാകണം ഹിന്ദുത്വത്തിന്റെ മഹത്വം. അതിനുവേണ്ടി പ്രയത്നിക്കണം. അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലാണ് നമ്മൾ ഇന്ന് ഏർപ്പെട്ടിട്ടുള്ളത്. ഇതെല്ലാം ചെയ്യുമ്പോഴും ഒരു കാര്യത്തെ സംബന്ധിച്ച് തികഞ്ഞ ബോധ്യമുണ്ടാകണം. അതുകൂടി പറഞ്ഞ് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിച്ചുകൊള്ളാം. ആ കാര്യം തിരിച്ചറിയേണ്ടത്, ആ കാര്യത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടാവേണ്ടത് എന്നെ കേൾക്കുന്ന നിഷ്ഠാവാന്മാരായ സംഘ സ്വയം സേവകർക്കും കാര്യകർത്താക്കരും, അവരെ ആദരിക്കുകയും അവരെ സ്നേഹിക്കുകയും വാത്സല്യപൂർവ്വം അനുഗ്രഹിക്കുകയും ചെയ്യുന്ന അമ്മമാരും അനുഭാവികളും ഒന്നുകൂടി ഓർത്തെടുക്കാൻ വേണ്ടി പറയുകയാണ്. ഇതെല്ലാം നമുക്ക് സാധിച്ചത് ഒരു നേട്ടത്തിലൂടെയാണ്. സംഘത്തിൻ്റെ നേട്ടം എന്താണ്? ഇക്കാലം അത്രയും പ്രവർത്തിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്താണെന്ന് കഴിഞ്ഞ ദിവസം നടന്ന ഒരു പ്രധാനപ്പെട്ട മാധ്യമത്തിൻ്റെ കോൺക്ലേവിൽ എന്നോട് ചോദിച്ച ആളുടെ മനസ്സിലുണ്ടായിരുന്നത് ഒരുപക്ഷെ രാമജന്മഭൂമിയിൽ ക്ഷേത്രം പണിതു എന്ന് ഞാൻ പറയും, കാശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കി എന്ന് പറയും എന്നൊക്കെയാണ് ഒരുപക്ഷെ വിചാരിച്ചിരിക്കുക. അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ദേശീയതയിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അധികാരത്തിൽ വന്നു, സംഘത്തിൻ്റെ ഒരു സ്വയം സേവകൻ പ്രധാനമന്ത്രിയായി എന്നൊക്കെ ഞാൻ പറയുമെന്നായിരിക്കാം വിചാരിച്ചിരിക്കുക. ഞാൻ പറഞ്ഞത്, ഇത് ഞാൻ മാത്രമല്ല, ഇന്ന് രാവിലത്തെ ബൗദ്ധിക്കിൽ പൂജനീയ സർസംഘചാലകം പറഞ്ഞത്, സംഘത്തിന്റെ ഏറ്റവും വലിയ കരുത്ത്, സംഘത്തിന്റെ ഏറ്റവും വലിയ നേട്ടം, സംഘത്തിന്റെ ഏറ്റവും വലിയ ശക്തി, സംഘത്തിന്റെ ഏറ്റവും സൗന്ദര്യം, അത് നിത്യേന നടക്കുന്ന ശാഖയാണ്. ആ ശാഖയുടെ ശക്തി 1925 സ്ഥാപിതമാകുമ്പോൾ എത്ര കണ്ട് പവിത്രതയാണോ, എത്ര കണ്ട് കൃത്യമായ ചിട്ടയോട് കൂടിയിട്ടാണോ നടന്നത് ആ 1 മണിക്കൂർ ശാഖ, അതിന്നും തുടരുന്നു എന്നതാണ് സംഘത്തിന്റെ മഹത്തരമായ ഒരു നേട്ടമെന്ന് പറയാമെങ്കിൽ അതാണ് സംഘത്തിന്റെ നേട്ടം. അധികാരം മാറിയതല്ല സംഘത്തിന്റെ നേട്ടം. അതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു ക്ഷേത്രം പുനർനിർമ്മിച്ചു എന്നതല്ല സംഘത്തിന്റെ നേട്ടം. സംഘത്തിന്റെ നേട്ടം 100 വർഷമായി ആ പവിത്രമായ കാര്യം ഇന്നും നിഷ്ഠയോടെ തുടരുന്നു എന്നതാണ്. ഇത് നമ്മൾ സ്വയം സേവകരായ കാര്യകർത്താക്കന്മാരായ സംഘത്തെ സ്നേഹിക്കുന്ന ഗുരുജനങ്ങൾ, അമ്മമാർ സ്വയം ഒന്ന് നോക്കണം. നമ്മുടെ ഗ്രാമത്തിലെ ശാഖയിൽ ആ നിഷ്ഠ അതേപോലെ ഉണ്ടോ ഇല്ലയോ എന്ന്. ഇല്ല എന്ന് ഞാൻ പറയത്തില്ല, ഉണ്ട്. അത് കൂടുതൽ ശക്തിപ്പെടുത്തണം. ആ ശക്തിയെ കൂടുതൽ വളർത്തിയെടുക്കണം. നമ്മുടെ ഉള്ളിലെ ആ അഗ്നിയെ കെടാതെ സദാ രാവും പകലും ഒരുപോലെ ജ്വലിപ്പിച്ചു നിർത്തണം. ഹൃദന്ത പ്രജാകർത്തു തീവ്രാനിശം പ്രാർത്ഥനകൾ നമ്മൾ പറയുന്നുണ്ട്. അത് ആ ഹൃദയത്തിന്റെ അന്ധകരണത്തിൽ രാവും പകലും ഒരുപോലെ ആ നിഷ്ഠയെ ജ്വലിപ്പിച്ച് നിർത്തുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ വലിയ വലിയ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനുള്ള പ്രാപ്തി നേടുന്നത്. അതിനുവേണ്ടി നിരന്തരം പ്രവർത്തിക്കും എന്ന ഉജ്ജ്വലമായ പ്രതിജ്ഞ, തീവ്രമായ ഇച്ഛ നമ്മുടെ ഉള്ളിലൊക്കെ ഉണർത്താൻ ഈ 100ാം വർഷത്തോടനുബന്ധിച്ച് നടന്ന മഹത്തരമായ അഭിമാനകരമായ പരിപാടിയായാലും 100ാം വർഷത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനമായാലും
അത് നമ്മളിൽ ജ്വലിപ്പിക്കുമെങ്കിൽ മാത്രമേ ഇത് അർത്ഥമുള്ള പരിപാടിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അമ്മയുടെ കാൽക്കൽ സമർപ്പിച്ച് പിൻവാങ്ങുന്നു. വന്ദേ മാതരം.